വാട്ടർ ഫ്രണ്ട് എന്ന് പറയുന്ന സ്ഥലമാണിത്. പറയുവാണെങ്കിൽ നല്ല സൂപ്പർ സ്ഥലം, പറയാതിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. കാനഡ വന്നിട്ട് ഇതുപോലൊരു നല്ല സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലുള്ള കെട്ടിടങ്ങൾ, സ്കേറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ പെയ്ഡാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. വിചാരിച്ചു ഒന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. നന്നായിട്ട് ഇറങ്ങിയതല്ല, പക്ഷെ അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. ഉള്ളിലൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട്, അതിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാണ്. ഇവിടെ തന്നെ ഒരു ബസ് ടെർമിനലുണ്ട്. ബസ് ടെർമിനൽ സൈഡിൽ കൂടി ഇങ്ങനെ ആയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു വഴിയുണ്ട്. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ ഫ്ലൈ ഓവർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള സ്ഥലമാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പറഞ്ഞ പോലെ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വാട്ടർ ഫ്രണ്ടിൽ. ഒരു പാർക്ക് പോലത്തെ ഏരിയ ആണ്. അവിടെ സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ റെയിൽ പാളമാണ്. നമ്മുടെ നാട്ടിലെ റോഡ് പാട്ടാകെ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ റെയിൽ പാളത്തിന്. Something about Canadian Navy. കാനഡയ്ക്ക് അവരവരുടെ എന്താ പറയുക ഹിസ്റ്ററി, കാനഡ അവരുടെ ഹിസ്റ്ററി നമ്മുടെ ഇവിടുത്തെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതിയാണിത്. എത്ര ഭംഗിയായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഏരിയ കണ്ട് നമുക്കിതുപോലത്തെ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം കണ്ടിരുന്ന
റെയിൽ പാളത്തോടെ കണ്ടെയ്നർ ട്രെയിനുകൾ പോകുന്നതാണ്. എക്സ്ട്രാ ബാരിക്കേഡോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവർ ഫ്ലൈ ഓവർ വെച്ചിരുന്നു റോഡ് ക്രോസ് ചെയ്യാനായി. അവിടുത്തെ കനേഡിയൻസ് എപ്പോഴും അവരവരുടേതായ മാന്യതയും നിയമങ്ങളൊക്കെ പാലിക്കുന്ന ആൾക്കാരാണ്. സോ എക്സ്ട്രാ ഒരു ബാരിക്കേഡോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യം അവർക്കില്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പുതുമയാണ്. നമ്മുടെ നാട്ടിൽ ഒരു റെയിൽ പാളം ഉണ്ടെങ്കിൽ എത്രയാണ് 10 മീറ്ററോ 5 മീറ്ററോ ഒക്കെ ഇങ്ങനെ ബാരിക്കേഡുകളുണ്ടാകും, ബഫർ സോണുകളുണ്ടാകും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇതാകെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വെള്ളമുള്ള ഭാഗമാണ്. പക്ഷെ ഇതിലെന്തോ കാൽപ്പാടുകളുണ്ട്. ഏതോ കണ്ടിട്ട് എന്തോ ജീവികളൊക്കെ നടന്ന് ഓടുകയൊക്കെ ചെയ്തതിൻ്റെ പാടുകളാണ്. നമ്മളതിനകത്തോട്ട് ഇറങ്ങി ഏതായാലും ചാൻസ് എടുക്കാനൊന്നും നിൽക്കുന്നില്ല. സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു പോകാമെന്ന് മാത്രം വിചാരിക്കുന്നു. ഞാൻ കാണുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാനിപ്പോൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ വളരെ ഭംഗിയാണ്. വാട്ടർ ഫ്രണ്ട് പേര് പോലെ തന്നെ ഫുള്ള് വാട്ടറാണ്. അറിഞ്ഞുകൊണ്ടാണ് പേരിട്ടിരിക്കുന്നത് കേട്ടോ. അവിടെ എവിടെയോ കുറച്ച് വെള്ളം വീഴുന്നിടത്ത് ഇളകുന്നുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ആളുകളൊക്കെ ഇതുപോലെ വണ്ടിയായിട്ട് ഇതുപോലെ ശാന്തമായ സ്ഥലത്തൊക്കെ വന്നിരിക്കും കാണാം. ഇത് ഈ പാർക്കിൻ്റെ വൺ ഓഫ് ദ അട്രാക്ഷനാണ്. ചൈനീസ് ഗവൺമെൻറ് പോയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. തണ്ടർ ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാർഷൽ ആർട്സിൻ്റെ ക്യാപിറ്റലാണ് നമ്മുടെ കാനഡയുടെ. അതാണ് ഈ കുറച്ച് അതിൻ്റെ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ തന്നെ നമുക്ക് അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗവൺമെൻറ് വെഞ്ചറായിട്ട് കൊളാബറേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ. പിന്നെ ഒരു ഇൻ്റർനാഷണൽ പാർക്കാണിത്, അങ്ങനെ തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മാർഷൽ ആർട്സ് അതുപോലെ സ്പോർട്സ് ഹബ് എന്ന രീതിയിലാണ് തണ്ടർ ബേയിലെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോർട്സ് ഹബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്പോർട്സ് ക്യാപിറ്റൽ എന്ന രീതിയിൽ. അതും ഇവിടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ പാർക്കിൽ. സമ്മറാകുമ്പോൾ ഇവിടെ വീണ്ടും പഴയ പോലെ തന്നെ ചരക്ക് ഗതാഗതം അതുപോലെ ബോട്ടിങ് അതിൻ്റെ ടൂറിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിലേക്കായിട്ടും സ്പീഡ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഏരിയയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് സ്പേസൊക്കെ ചെയ്ത് ഒരു ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയാണ് സ്കേറ്റിങ്ങിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വിൻ്ററിൽ കുട്ടികളായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഈ ഏരിയയിലേക്ക് ഇരുന്ന് ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാം. സ്കേറ്റിംഗ് ഷൂസും എനിക്ക് ക്ലബിൽ മെമ്പർഷിപ്പൊക്കെ വേണമെന്ന് തോന്നുന്നു. ഞാനതിൽ അതിനെപ്പറ്റൊന്നും ചോദിച്ചില്ല. കുറച്ച് നേരം അവിടെ നിന്ന് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത ഒരു ഫാമിലി ആയിട്ട് പിന്നീട് വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇവിടെ ആസ്വദിക്കാതെ വെച്ചു.
ഇതിനൊരു എൻട്രി പോയിൻ്റ് അവർ ആ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയിലാണ് ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഉറപ്പായിട്ടും തണ്ടർ ബേക്ക് വരുവാണെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസിലാണ്. സമ്മറിൽ ഇതിലും ഭംഗിയാവും ഈ ഏരിയ. ഈ ഐസെല്ലാം മെൽട്ടായി പൂർണ്ണമായിട്ടും വാട്ടറായിട്ടുള്ള ഒരു ഏരിയ ആവും. ബോട്ടുകളൊക്കെ വന്നു തുടങ്ങും. പിന്നെ അറിയാമല്ലോ, സമ്മറിൽ ഇവിടെ എല്ലാവരും ഔട്ടിങ് പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ടൂറിസം കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ആ ഏരിയ ആ ടൈം ആകുമ്പോൾ എനിക്ക് തോന്നുന്നു, ആ സമയമാകുമ്പോൾ എനിക്കും ഒരു വീഡിയോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഞാൻ കാണിക്കാം. ഇവിടെ ട്രാഫിക് സിഗ്നൽസൊക്കെ പോലെ തന്നെ നമ്മുടെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഇതുപോലുള്ള വെയിറ്റിംഗ് സ്റ്റേഷനൊക്കെ ചെയ്തിരിക്കുന്നത് സമ്മറിലേക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് വ്യൂ എൻജോയ് ചെയ്യാനായിട്ട് ഈ ഏരിയയിൽ വന്നിരിക്കാൻ പറ്റും. ഒരു ഓപ്പൺ ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ തന്നെയാണിത്. ഈ വാട്ടർ ഫ്രണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെൻട്രലായിട്ട് ഒരു റൗണ്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ യുദ്ധത്തിൽ മരിച്ചുപോയവരെ ഓർക്കാനായിട്ട് കുറച്ച് വാചകങ്ങളൊക്കെ എഴുതി അവർ പ്രത്യേകം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബുക്കിലെ വാചകമാണെന്ന് തോന്നുന്നു, എനിക്കത് അറിയില്ല കറക്റ്റായിട്ട്. പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും കൈകൾ കോർത്ത് പിടിച്ച് നിൽക്കണം എന്ന രീതിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരുടെ യുദ്ധത്തിൽ മരിച്ച, നമ്മുടെ നാട്ടിൽ പറയുന്ന ജവാന്മാരെ ഓർക്കാനും അതുപോലെ തന്നെ സിറ്റിസൺസിനെയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാചകം അവരിവിടെ പ്രിപ്പയർ ചെയ്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും നല്ലൊരു ഇമോഷണലി കണക്റ്റ് ആകാൻ പറ്റുന്ന ഒരു സ്പേസാണ്. നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. അങ്ങനെ വാട്ടർ ഫ്രണ്ടിലെ എല്ലാ കാഴ്ചയും കണ്ട് തിരിച്ച് ഞാൻ വീണ്ടും അതേ സ്കേറ്റിംഗ് ഏരിയയിലേക്ക് എത്തി. അവിടെ കുറച്ച് ഫാമിലി അവരെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കണ്ട് കുറച്ച് നേരം കൂടി ഇരുന്ന് എൻജോയ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി വീണ്ടും ജോബ് അന്വേഷിക്കാം, പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാനുള്ള യുദ്ധത്തിലേക്ക് വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് തണ്ടർ ബേയിൽ കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്ത് എല്ലാവർക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തണ്ടർ ബേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ഒരിക്കലും ഒരു നഷ്ടമാവില്ല ഈ ഏരിയ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ താങ്ക് യു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.